ആ നീ ഇവിടെ ഇരിക്കുക. ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാണ്ട് എവിടെ പോവാനാ? അതേ, നീ എന്ത് വിചാരിച്ചു ഇവിടെ ഇരിക്കണത്? അത് ഞാൻ ഇപ്പൊ സെന്ററിൽ കൂടെ വരുമ്പോഴേ ആ പലിശേട്ടനെ കണ്ടായിരുന്നു. ആ ചങ്ങായിക്ക് പലിശ കൊടുക്കാനില്ലേ? ഇതൊന്നും നീ അറിയാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കലാണ് ചെയ്യല്. ഞാൻ എന്ത് ചെയ്യാനാ? പലിശ കൊടുത്ത് കൊടുത്ത് മതിയായി. എത്രയെന്ന് വെച്ചിട്ടാ കൊടുക്കല്? അയാളാണെങ്കിൽ ഇരട്ടിക്ക് ഇരട്ടിയ പലിശ. ഒന്നും കൊടുക്കാണ്ടിരുന്ന അത് പലിശ, അല്ലെങ്കിൽ കൂട്ടുപലിശ. ഷോ, തലവേദന. ഞാൻ അതുകൊണ്ടാണ് പുറത്തേക്ക് പോലും ഇറങ്ങാത്തത്. അതൊക്കെ പറഞ്ഞ വല്ല കാര്യണ്ടാ? അതെ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിലേ അവര് വീട്ടിൽ വരുന്ന കയറി ഇറങ്ങും. അത് നമുക്ക് വലിയ നാണക്കേടല്ലേ? ഞാനിപ്പോൾ എന്ത് ചെയ്യാ? എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് വയ്യ. ഉപ്പാടത്തുണ്ടല്ലോ ഒരു പൈസ. ചോദിച്ചാലൊന്നും തരില്ല. സ്ഥലവും ആ വീടും പിന്നെ ബാങ്ക് ബാലൻസും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരിലാന്ന് മാത്രം. നമുക്കൊന്നും അതിനൊരു അവകാശം ഇല്ലാത്ത പോലെയാ. ആ, അതൊക്കെ ശരി തന്നെടാ. പക്ഷെ അത് കുപ്പുണ്ടാക്കിയ പൈസ അല്ലേ. ഇതിന് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കുറച്ച് കഷ്ടങ്ങളുണ്ട്, അതും കുറച്ച് തീർക്കായിരുന്നു. തല്ലിപ്പിടിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ, കണ്ടറിഞ്ഞു തരണ്ടേ? ഈ വയസ്സായ കാലത്ത് നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്? ഈ കെട്ടിപ്പിടിച്ചിട്ട് ഈ പൈസയും സ്വത്തും സ്വർണ്ണമൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കുടിക്കാനുള്ളതാണെങ്കിൽ തിന്ന നമ്മുടെ പ്രശ്നങ്ങളെയും തീർത്തേനെ. അതും തരില്ല. ആരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ശരി, പോട്ടെ. നീ എങ്ങനെ ആ ചങ്ങായിന്റെ പൈസ തന്നെ ക്ലിയർ ആക്കാൻ നോക്കട്ടാ, ഇല്ലെങ്കിൽ ചങ്ങായി കുടുംബം കയറിയിടുന്ന ഏട്ടങ്ങേറുണ്ടാക്കുവേ. ഈ എവിടെ ഇവിടെ വന്നേ? എന്തേ ഞാനേ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, കറി വെച്ചോണ്ടിരിക്കായിരുന്നു. എന്തിനാ വിളിച്ചേ? നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നിരുന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടിയാണ്. എന്താണ്, പറയേ. ഞാൻ പറയാൻ വിളിച്ചത് എന്താണെന്നറിയോ? നമ്മൾ ഈ വയസ്സുകാലത്ത് ഇനി എവിടെ പോകാനാ? നമ്മുടെ മക്കളല്ലേ നമുക്ക് വലുത്. അപ്പം നമ്മുടെ സ്വത്തും ബാങ്ക് ബാലൻസും ഈ വീടൊക്കെ കാണുന്നതൊക്കെ അവരുടെ പേരിൽ രണ്ടാളുടെ പേരിലായി കൊടുക്കാം. നമുക്ക് ഇത്ര വലിയ സ്വത്തും പിടിച്ചിട്ട് നമ്മളിനി ആരും നോക്കണേ? അവരിലും നോക്കാവുള്ളൂ. അത് ചെയ്താൽ പോലെ. അതിനാണ് നിന്നെ വിളിച്ചത്, ഈ കാര്യം പറയാൻ വേണ്ടി. അതെ, എനിക്ക് സമാധാനായി. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ചിട്ടിരിക്കുക. ഇനി നിങ്ങൾ എന്ത് പറയാവോന്ന് വെച്ച് പേടിച്ചിട്ടാണ് പറയാത്തത്. ഇത് നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. നമുക്ക് എന്തിനാ? നമുക്ക് വയസ്സൊക്കെ ആയി. ഇനി നമ്മുടെ മക്കള് അവര് നമ്മളെ നോക്കും, പൊന്നുപോലെ നോക്കും. ഇനി അവരുടെ കാര്യത്തിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക. അവരെന്തോ വേണ്ടേ ചെയ്തോട്ടെ. രണ്ടാളുടെ പേരിൽ ഉള്ളതാക്കി കൊടുക്കുക. മൂത്ത മോൻ്റെ അടുത്ത് ഒരു മാസം താമസിക്കുക, രണ്ടാമത്തെ മോൻ്റെ അടുത്ത് ഒരു മാസം താമസിക്കുക. മാറും മാറി നമുക്ക് താമസിക്കാം. ഇനിയുള്ള കാലം രണ്ട് മക്കളും കൂടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇനിയിപ്പം നമ്മൾ സ്വത്തും വിത്തൊക്കെ കൈ പിടിച്ചിരുന്നിട്ട് ആ ടെൻഷൻ നമുക്ക് വേണ്ടല്ലോ. ഇനിയുള്ള കാര്യം അവർ നോക്കിക്കോളും. അത് നല്ല കാര്യമാണ്. ഇനിയുള്ള കാലം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാം. കുറേ കാലം എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് നടന്ന്, നമ്മൾ ചെറിയ കുട്ടികളെ പോലെ നമ്മൾ കൊണ്ടു നടന്നു. അങ്ങനെ നടത്തിയാൽ ശരിയാവില്ല. അവർക്കൊരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പം എല്ലാ കാര്യവും അവർക്ക് ഒഴിഞ്ഞു കൊടുക്കാം. ഇനിയുള്ള കാലം അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മോനോട് ഇരിക്കാൻ തോന്നുമ്പോൾ ഇവിടെ വന്ന് ഒരു മാസം ഇരിക്കുക, ആ മോനോട് നിൽക്കാൻ തോന്നുമ്പോൾ അവിടെ പോയി ഒരു മാസം നിൽക്കുക. അങ്ങനെ ആയിട്ട് ഇരിക്കുക. നമുക്ക് ഇനി എന്തിനാണ്? വയസ്സായി പോയില്ല. ഇനിയിപ്പോൾ ഇരുന്നത്ര ഇരിക്കാനേ പോകും. നമ്മളെ മക്കൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അതല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം. ഇനിയുള്ള കാലം നമുക്ക് പേരക്കുട്ടിനെയും കൊഞ്ചി ആ സ്കൂളിൽ കൊണ്ടാക്കാനും ഇതൊക്കെ കൊതിയായിട്ട് വയ്യ. അതെ, ഈ സന്തോഷ വാർത്തയെ ഞാൻ പിള്ളേരെ ഒന്ന് അറിയിക്കട്ടെ. ഞാൻ വിളിച്ചു, അവര് വിളിക്കട്ടെ. പിള്ളേരെ വിളിച്ചിട്ട് ഷെഫിമോനിയും ഷെബിയറ്റിയും മക്കള് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മക്കളെ, എവിടെ ഇക്ക? ഷമീറേ, ഇക്ക എവിടെ? ആ, ഓക്കെ ഓക്കെ, പറയാം. മോനെ, ഓക്കെ, ഫോണിൽ സംസാരിക്ക. ഓക്കെ, വിളിക്കാടാ, 2 മിനിറ്റ്. എന്തുമാ പറയ്. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇക്ക എവിടെ? എന്തുമാ, ഇക്ക സോഫയിൽ ഉണ്ടായിരുന്നല്ലോ, വരുമ്പോ കണ്ടില്ലേ? സോഫിയുടെ ഒന്നും ഉക്കല്ലേ മോനെ. അതെ, ഉപ്പ സ്വത്തൊക്കെ നിങ്ങളെ പേരിലാക്കി തരണമെന്ന് പറയുന്നുണ്ട്. ഉപ്പ വിളിക്കുന്നുണ്ട്. വായോ. എന്തുമാ സ്വത്താ? അവരെന്റെ ഇക്കട പേരിൽ ഉപ്പ ഇത് തരാ പറഞ്ഞോ? അതെ, ചോനെ, ഇനിയുള്ള കാലേ പേരക്കുട്ടികളെ കൊഞ്ചി ഞങ്ങള് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക, കൊണ്ടുവരിക, അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുക. ഇനി എല്ലാ അക്കാവും അനിയനും. ബാ, എനിക്ക് ഇന്നും കൂടി സംസാരിച്ചോളൂ ഇതേ കാര്യത്തിന്റെ. ശരി, എനിക്ക് പടച്ചോൻ വിളി കേട്ടല്ലോ. മോനെ, സഫീക്ക, ആ
ഇങ്ങോട്ട് വന്നേ. എന്തുമാ കൊറേ നേരമായാലും അങ്ങനെ വിളിച്ചോണ്ടിരിക്കണ? നിന്നോടൊരു കാര്യം സംസാരിക്കാനാ. അല്ലെങ്കിലേ മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ടിരിക്കുക. എന്ത് കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത്? നിന്റെ ടെൻഷനൊക്കെ മാറും ഈ കാര്യം കേട്ടാല്. നല്ല കാര്യമാണ്. എന്നിട്ട് വായോ. എന്തുമാ? അതെ, നിന്റെ വിഷമങ്ങളൊക്കെ മാറും. ഉപ്പ നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നടക്ക്. ആ മക്കളെത്തിയില്ലേ? ഉമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങളൊക്കെ. ഇനി എനിക്കൊന്നും വയസ്സും കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. എനിക്ക് നോക്കി നടത്താനൊന്നും പറ്റില്ല. ഒക്കെ നിങ്ങളുടെ പേരിലാക്കി വന്നിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ. സ്വത്താ? എന്തുമ്മ പറയണേ? ആ മോനെ, അത് പറയാൻ തന്നെ നിന്നെ വിളിച്ചിട്ട് വന്നു പറഞ്ഞത്. അതൊക്കെ ഉള്ളതന്നെടാ. കാര്യങ്ങൾ ഞാൻ പറയാം മോനെ. മൂത്ത മോന് 10 സെന്റ് സ്ഥലവും വീടുണ്ട്, അത് നിൽക്കുള്ളതാ. പിന്നെ താഴെയുള്ള സെമീറിന് വന്നിട്ട് 20 സെന്റ് സ്ഥലം വടക്കേ ഭാഗത്തുണ്ട്, അത് അവൻ്റെ പേരിലായി കൊടുക്കാം. പിന്നെ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ട് അക്കൗണ്ടിൽ, അത് 5-5 ലക്ഷം റുപ്യ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടുതരാം. എനിക്ക് മനസ്സമാനായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ നിങ്ങക്ക് സമാധാനായില്ലേ? ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട കേട്ടാ. അതെ, ഉള്ള മുതല് രണ്ടാളുടെ പേരിലാക്കിയിട്ടുണ്ട്, പക്ഷപാതം ഇല്ലാണ്ട്. അത് കാത്ത് സൂക്ഷിക്കേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട്. ഉപ്പ എന്താ പറയാ, ചോര നീരാക്കി ഉണ്ടാക്കിയ മുതലാണത്. അത് ആർക്ക് നിങ്ങൾ പറയണില്ലേ, ഉപ്പ അത് എത്ര ഉണ്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ തരുന്നില്ല എന്ന്. നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച മുതലാണത്. ഇതപ്പോൾ ഉപ്പാക്ക് എന്തോ നല്ല ഇത് തോന്നി. ഇനി നിങ്ങൾ രണ്ടാളുടെ പേരിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഇനിയുള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ പേരക്കുട്ടികളായിട്ട് കളിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടാണ് മക്കളെ. ഇനി ഇതിന്ന് ഇരട്ടി ഉണ്ടാക്കി ഈ പേര് കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണം, അല്ലാണ്ട് നശിപ്പിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ കളയരുത്. എന്താണ്, അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ ഉപ്പ. ഇതുവരെ ഇത്രയും കഷ്ടപ്പാട് ഉണ്ടാക്കിയ മുതലാണ് ഇപ്പം രണ്ടാളുടെ പേരിൽ ആക്കി തന്നിട്ടുണ്ട്. അതിന്ന് നിങ്ങൾ ഇരട്ടിക്ക് ഉണ്ടാക്കി. ഉമ്മ ഇനി അതിനെ പറഞ്ഞോണ്ടിരിക്കണ്ട, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. മക്കളെ, ഇനി ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞ സേവിങ് ഒന്നുമില്ല, എല്ലാ മക്കൾക്ക് തന്നു കഴിഞ്ഞു. ഇനി നോക്കേണ്ട കടമ നിങ്ങളുടെയാ. രണ്ടാളുടെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് മറക്കരുതിട്ടാ മക്കളെ. അതൊക്കെ നോക്കിക്കോളാം. അതെ, ഉപ്പ തന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ വീട്ടിലേക്ക് ഞാൻ എന്തായാലും ഇന്ന് മാറും. നീ എങ്ങനെയാ? ഞാനും പോകാനുള്ള പ്ലാനിങ് തന്നെ ഉള്ളത്. എന്തായാലും ഇപ്പൊ സ്ഥലമെല്ലാം കിട്ടിയില്ലേ, അവിടെ എങ്ങനെയും കുറച്ച് തട്ടിക്കൂട്ടി എങ്ങനെയാലും ഒരു വീടാണ്ട്, ചെറിയ വീട് പണിയാ, എന്നിട്ട് പതുക്കണ്ട് പോവാ. അല്ല ഷമീറേ, ഈ ഉമ്മയും ഇപ്പൊ എന്താ ഒരു മാസം എൻ്റെ അടുത്ത് ഒരു മാസം നിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നെ അങ്ങോട്ട് വരാൻ നിൽക്കുവോ? അതൊന്നും ഉണ്ടാവില്ലടാ. വെച്ചാൽ അവര് ഈ വീട് ഇട്ടിട്ട് എവിടേക്ക് വരാനാ? അതെന്തായാലും നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ നല്ലത്. ഞാൻ എന്തായാലും എൻ്റെ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടേ ഇന്നെന്തായാലും ആ വീട്ടിലോട്ട് മാറാന്ന് വെച്ചേക്ക് ട്ടാ. ശരി എന്നാ. ശരി എന്നാ. സ്വത്ത് കിട്ടിയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി വേറെ പോണം, മറ്റത് പോണം, ഇത് പോണം എന്നിട്ട്. ഒക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ, ഇതാവട്ടെ. എന്തായി, പണികളൊക്കെ കഴിഞ്ഞാ? പണികളൊക്കെ കഴിഞ്ഞു. പണികളൊക്കെ കഴിഞ്ഞാലും എനിക്കെന്തോ മനസ്സിനൊരു ഇടങ്ങേറ് പോലെ, നമ്മളെന്തോ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു മക്കളൊക്കെ പോയപ്പോൾ. അതന്നെ ഞാനും പറയാൻ വന്നത്. നമ്മുടെ പിള്ളേരൊക്കെ പോയിട്ട് 6 മാസമായില്ലേ. നമുക്ക് മൂത്തവൻ്റെ കൂടെ പോയിട്ടേ കുറച്ച് ദിവസം നിൽക്കാം. 1 മാസം 2 മാസം പോയിട്ട് നിൽക്കാം നമുക്ക്. ഇവിടെ ഒരു എന്തോ പോലെ തോന്നുന്നു. എന്തായാലും നിങ്ങളത് പറഞ്ഞത് എനിക്ക് സമാധാനമായി, സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പിള്ളേരെയൊക്കെ കുറേ ദിവസമായി എനിക്ക് കാണണം തോന്നിയിട്ട്. ഇനി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയാവോ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. നിങ്ങളെ വായിൽ തന്നെ വന്നില്ലേ, സമാധാനം. എന്തായാലും നമുക്ക് പോകാം. എന്തോ നമ്മൾ ഒറ്റപ്പെട്ട പോലെ മനസ്സിനൊരു ജാതി വിഷമം. രാത്രി കിടന്ന ശരിക്കും ഉറക്കവും കിട്ടണില്ല. എന്താണെന്ന് എനിക്ക് അറിയണില്ല. നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ചീത്ത പറഞ്ഞാലോ എന്ന് വെച്ചിട്ടാ. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോകാം. എനിക്കും അതെ, പേരക്കുട്ടികളെ കാണാൻ വേണ്ടി ഭയങ്കര കൊതിയായിട്ടിരിക്കുന്നു. എന്നാൽ വേഗം പുറപ്പെടും, നമുക്ക് പോവാം. കുറച്ച് ദിവസം അവിടെ പോയിരുന്ന് പേരക്കുട്ടികളിലൊക്കെ ഇതാകുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കില്ലേ. അപ്പോൾ നമുക്ക് പോകാം. അതെ, പിന്നെ പോകല്ല, പോകുമ്പോൾ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങണം കേട്ടോ. ഫ്രൂട്ട്സോ, ആപ്പിള്, മുന്തിരി, ഓറഞ്ചൊക്കെ ഒത്തിരി വാങ്ങണം കേട്ടോ.
എൻ്റെ കയ്യിൽ ഏതാ കാശ് ഉള്ള പൈസയൊക്കെ മക്കൾ കൊടുത്തില്ലേ. അക്കൗണ്ടിൽ ഒരു 10-25,000 വെക്കാന്ന് പറഞ്ഞാൽ അതും മൊത്തമായിട്ട് കൊടുത്തു എല്ലാം. എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ഒരു വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തരാണ്ട് എൻ്റെ അടുത്ത് ഏത് പൈസ? എൻ്റെ അടുത്ത് ഈ ഇടയായിട്ടൊന്നുമില്ല. ഉള്ള പൈസയിൽ മേടിച്ചുകൊണ്ട് അവിടെ പോയ മോൻ തരും, മോൻ്റെ അടുത്ത് എന്തെങ്കിലും മേടിക്കാം. എന്നാ പിന്നെ നീ വേഗം ഒരുങ്ങുന്നോ. എന്നാ ശരി, എന്നാ ശരി, നടക്ക്. ചായ കുടിച്ചിങ്ങോട്ട് പോവാം. കുറേ നേരമില്ല ഒരു ഉള്ളിൽ പോയിട്ട് ഇതുവരെ കാണാനില്ല. നമ്മൾ വന്നല്ലേ, അപ്പം മോള് ചായ വെക്കാൻ പോയിട്ടുണ്ടാവും. ചായ വെക്കണമെന്ന് ബെഡ്റൂമിലേക്ക് പോകണം ഞാൻ കണ്ടല്ലേ. അതെ, നമ്മൾ വന്ന വിവരേ മോനെ വിളിച്ച് പറയോ, അല്ലെങ്കിൽ ഉണ്ണിനെ ഉറക്കാവും. അതാണ്, അല്ലാണ്ട് എന്താണ്ട്. എന്തൊരു മഴ പുറത്ത്. നിങ്ങളെപ്പോ വന്നു? അതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ട്? ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ എന്നാ? മക്കളുടെ വീട്ടിലേക്ക് വരുമ്പോ പറഞ്ഞിട്ട് വേണം മോനെ വരാന്. എപ്പോ വേണമെങ്കിലും വരാല്ലേ മക്കളുടെ അടുത്ത് വരുന്നത്. എന്താ അങ്ങനെ പറഞ്ഞിട്ട് വരണം പറയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മക്കളുടെ വീട്ടിൽ വരാൻ എന്തിനു പറയും? ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. അല്ല, നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചാ? ചായ എന്തെങ്കിലും കുടിച്ചാ? ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂറായി. അപ്പോൾ മോളെ കണ്ടു. മോള് ചായ അടിക്കാൻ വേണ്ടിയാണ് പോയത്. അരമണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ കാണാനില്ല. അത് ചിലപ്പോൾ ബാക്കിൽ എന്തെങ്കിലും തിരക്കായിരിക്കും. അല്ല കറിയാ ചോറ വെക്കണതിന്റെ തിരക്ക്. ശരി, നിങ്ങൾ എന്തായാലും ഇരിക്കി, ഞാനിപ്പോ വരാം. ഇല്ല, നമ്മൾ വന്നത് എന്താ മോനിക്ക് ഇഷ്ടമാകാത്ത പോലെയൊക്കെ തോന്നുന്നത്. എന്താണ് അവരുടെ സംസാരത്തിന് ഞാൻ മനസ്സിലാക്കാറ്. ആള് മാറിയ പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നതോ വെറുതെ ആദ്യം ചൂട്ടിച്ച് ഓരോന്ന് ഉണ്ടാക്കുന്നത്. എല്ലാ സാലിക്കുട്ടി, നീ എന്ത് ഇവിടെ വന്നിരിക്കണേ? ഉമ്മ ഇപ്പൊ എപ്പോ വന്നതാ? അവരൊക്കെ വന്നിട്ട് കുറച്ച് നേരമായി. അല്ല ആസിഫിക്ക, എന്തിനപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നിക്കണത്? ഭാഗം വിധിക്കുമ്പോൾ നമുക്ക് ഈ കുഞ്ഞ് വീടും തന്നിട്ട് അവരോട് പറഞ്ഞയച്ചല്ലേ. നിങ്ങൾ അനിയൻക്കല്ലേ ബാക്കി 20 സെന്റോളം സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു? അതൊന്നും ഓർമ്മയില്ലേ? എന്തേലും പറഞ്ഞിട്ട് ഒഴിവാക്കിക്കോട്ടെ. ഇവിടെ ഒന്നും ഇരുത്തിയിട്ട് എന്നെ കൊണ്ടോ നോക്കാനൊന്നും പറ്റില്ല. അമ്മ, അതെ, ഞാന് സാലിക്കുട്ടിയും ചേർന്നിട്ടേ സാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണമ്മ. അപ്പൊ അതിന്റെ ഇടയിൽ ഇനിയിപ്പോ നിങ്ങൾ വന്നാൽ എങ്ങനെയാ? പോയിട്ട് കുറച്ച് ദിവസമായി. ഒരു 10 ദിവസം 20 ദിവസം പോയി നിൽക്കാന്നുള്ളൊരു തീരുമാനത്തിലാണമ്മ. അതെ, ഇവിടുന്ന് പോവാ. അവർക്ക് എവിടേക്ക് പോവാണ്ട് അവര് പൊയ്ക്കോട്ടെ, നമുക്ക് പോവാം. എനിക്ക് ഉമ്മ, ഞാൻ പറയണെന്ത് നോണാന്ന വിചാരം? അതെ, കുട്ടികൾ പോലും ഇവിടെ ഇല്ല. അവരൊക്കെ സാലിക്കുട്ടിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഞാനും സാലിക്കുട്ടിയും പോവാന്ന് പറഞ്ഞിരിക്കണപ്പോഴാണ് നിങ്ങളിപ്പോ വന്നത്. ഇനിയിപ്പോ നിങ്ങൾ വന്ന സ്ഥിതിക്ക് അത് പോവാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടേ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ ഈ മുഷിഞ്ഞ പോലെ ഒന്നും ഇരിക്കണ്ട. അതൊന്നും കുഴപ്പമില്ല മോനെ, നീ പൊക്കോ. എൻ്റെ ഭാര്യ നീ സംസാരിച്ചൊക്കെ ഞങ്ങൾ കേട്ടു. ഇവിടെ ഇരുന്ന് കേൾക്കാൻ മാത്രം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ ഇരിക്കാൻ തോന്നണ്ട. എനിക്ക് എൻ്റെ മോൻ മാറിയിട്ടില്ല എന്നാ വിചാരിച്ചില്ല. മോൻ ഇപ്പം നല്ലോണം മാറ്റം. ശരി, കുഴപ്പമില്ല, മക്കൾ പോയിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. അതെ, ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നണ്ടമ്മ. എനിക്ക് നിങ്ങൾ എന്തിട്ട് തന്നത് ഈ ഒരു കുഞ്ഞു വീടാ. അവന് കൊടുത്തില്ല 20 സെന്റ് സ്ഥലം. നിങ്ങൾ കുറച്ചേ അനിയന്റെ അടുത്ത് പോയി നിൽക്ക്. ഞാൻ സാലിക്കുട്ടിന്റെ അവിടെ നിന്ന് വന്നിട്ടേ ഞാൻ വിളിക്കാൻ വരാം. അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. പാട്ട വീടും തന്നിട്ട്. അവനെ ആള് മാറി. നിങ്ങളുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റി. സാരമില്ല, വരി. ഓ